റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏറ്റവും അധികം പ്രവാചകന്റെ വ്യക്തിത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളാണ്. എല്ലാ ഭാര്യമാരും വിധവകളാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ഒഴികെ. ആയിഷ റളിയല്ലാഹു അൻഹയെ ചെറിയൊരു പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു ആരോപണവും ആക്ഷേപവും കേൾക്കാത്ത ഒരാളും ഒരു പക്ഷേ നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ അതിപ്പോൾ നബി ചെയ്തത് ശരിയായോ എന്ന് നമ്മുടെ ആരുടെയെങ്കിലും മനസ്സ് പറഞ്ഞാൽ അവിടെ ഈമാൻ്റെ പ്രശ്നമുണ്ട്. അതാണ് ഈമാൻ. എന്താ ഈമാൻ്റെ പ്രശ്നം എന്ന് പറയാൻ കാരണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു വിവാഹം കഴിക്കുന്നത് എപ്പോഴാണ്? പ്രവാചകനായതിനു ശേഷമാണ്. നബി പ്രവാചകനായതിനു ശേഷം നബി എടുക്കുന്ന ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? അത് പ്രവാചകന്റെ തീരുമാനമാണ്, വഹി കിട്ടുന്ന സമയത്തുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതാര് തിരുത്തും? അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തും. തിരുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് ശരിയായിരിക്കും, അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാകുന്നത്, അല്ലെങ്കിൽ വിശ്വാസിയാവൂല. യാ അയ്യുഹല്ലദീന ആമനുസ്തജീബു ലില്ലാഹി വലിർറസൂൽ. അല്ലാഹും റസൂലും വിളിച്ചാൽ, പറഞ്ഞാൽ നിങ്ങൾ ആ വിളി കേൾക്കണം, ഉത്തരം നൽകണമെന്നാണ്.